നമസ്കാരം. കപട ആക്ടിവിസത്തിന്റെയും വ്യാജ വിപ്ലവ നാടകങ്ങളുടെയും ആസ്ഥാന കേന്ദ്രമായ ജന്തർ മന്ദറിൽ നിന്ന് വീണ്ടും ഒരു ഒന്നാന്തരം സൂപ്പർ ഹിറ്റ് കോമഡി ഷോ കൂടി പുറത്തു വന്നിരിക്കുന്നു. പരിസ്ഥിതി പ്രേമവും ജനകീയ സമരവുമൊക്കെ വെറും പബ്ലിസിറ്റി സ്റ്റണ്ടാക്കി മാറ്റി ഒടുവിൽ സ്വന്തം അണികളുടെ കെണിയിൽപ്പെട്ട് പട്ടിണി സമരം അനുഷ്ഠിക്കേണ്ടി വന്ന ആക്ടിവിസ്റ്റ് മാഫിയകളുടെ കഥ കേട്ടാൽ ചിരി അടക്കാൻ കഴിയില്ല. ലഡാക്കിന്റെ സംരക്ഷണത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് പാവം സോനം വാങ്ചുക്കിനെ മുന്നിൽ നിർത്തി പിന്നിലിരുന്ന് കോടികളുടെ ദൂർത്തും ആഡംബര ജീവിതവും നയിച്ചിരുന്ന ചില ഡിജിറ്റൽ വിപ്ലവകാരികളുടെ തനി നിറമാണ് ഡൽഹി പോലീസ് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ കൃത്യമായി തുറന്നു കാട്ടിയിരിക്കുന്നത്. സമരപ്പന്തലിൽ പട്ടിണി നാടകത്തിൽ കിടക്കുന്ന നേതാവിനെ വെയിലത്തിരുത്തിയിട്ട് പഞ്ചനക്ഷത്ര അപ്പാർട്ട്മെന്റുകളിൽ AC-യുടെ തണലിൽ ചിക്കൻ ബിരിയാണിയും തിന്ന് ആസ്വദിച്ച അഭിജിത്ത് ദീപ്കയുടെയും സൗരവിന്റെയും വിപ്ലവം ശരിക്കും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതി വെക്കേണ്ട ഒന്നാണ്. നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വാദിക്കുന്ന ഈ കപട സംഘത്തിന്റെ തനി നിറം ജനങ്ങൾ കൃത്യമായി കാണേണ്ടതുണ്ട്. സാധാരണക്കാരെ പറ്റിച്ച് ഫണ്ട് തട്ടിയെടുക്കുന്ന ഇത്തരം മാഫിയകളുടെ യഥാർത്ഥ ലക്ഷ്യം വികസനത്തെ തടസ്സപ്പെടുത്തുക മാത്രമാണ്. ലഡാക്കിന്റെ മണ്ണിലെ പാവം മനുഷ്യരെ ഉദ്ധരിക്കാൻ വേണ്ടി ഡൽഹിയിലേക്ക് വണ്ടി കയറിയ ഈ കുട്ടി നേതാക്കൾക്ക് സമരം എന്നത് വെറുമൊരു ഫുഡ് ഫെസ്റ്റിവൽ മാത്രമായിരുന്നു എന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഇൻസ്പെക്ടർ ശിവാനി ചൗധരി പറയുമ്പോൾ മാത്രമാണ് ഈ നാടകത്തിന്റെ ആഴം പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. പകൽ സമയങ്ങളിൽ ഉച്ചവരെ സമരപ്പന്തലിൽ മുഖം പോലും കാണിക്കാതെ ഉറങ്ങിത്തൂങ്ങുന്ന ഈ വിപ്ലവ സിംഹങ്ങൾ എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അത്ഭുതകരമായ ആ സത്യം പുറത്തു വന്നത്. ഡൽഹിയിലെ അതിപ്രശസ്തമായ 5 സ്റ്റാർ അപ്പാർട്ട്മെന്റിൽ സുഖവാസത്തിലായിരുന്നു ഈ മാന്യന്മാർ. പാവം സോനം വാങ്ചുക് അവിടെ പട്ടിണി നാടകത്തിൽ കിടന്ന് കണ്ണു കാണാതിരിക്കുമ്പോൾ അഭിജിത്ത് ദീപ്കയും കൂട്ടരും സമരത്തിന്റെ പേരിൽ ഫണ്ട് വാങ്ങി ആഡംബര ജീവിതം ആസ്വദിക്കുകയായിരുന്നു. ഒടുവിൽ വഞ്ചന സഹിക്കാൻ വയ്യാതെ സോനം വാങ്ചുക് തന്നെ പോലീസിനെ വിളിച്ച് ഇവിടെ നിന്ന് രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ച അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചു. സ്വന്തം ആളുകളുടെ ഈ ഇരട്ടത്താപ്പ് കണ്ട് മനസ്സുമടുത്തായിരിക്കും അദ്ദേഹം പോലീസിന്റെ സഹായത്തോടെ ആശുപത്രിയിലേക്ക് മാറിയത്. സ്വന്തം പ്രതിച്ഛായ തകരുമെന്ന് പേടിച്ച് ദീപ്കയും സംഘവും ഈ സത്യം മൂടിവെക്കാൻ നോക്കിയെങ്കിലും സത്യം എപ്പോഴും പുറത്തു വരുമല്ലോ. ഈ വഞ്ചനയുടെ ആഴം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇത്തരം പ്രസ്ഥാനങ്ങളുടെ തകർച്ച വ്യക്തമാകുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ ഇത്തരം പ്രഹസനങ്ങൾ ഇനിയും വിശ്വസിക്കരുത്. എന്നാൽ ഇതിനേക്കാൾ വലിയ കോമഡി നടക്കുന്നത് വാങ്ചുക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷമാണ്. വാങ്ചുക് പോയതോടെ ജന്തർ മന്ദറിലെ ബിരിയാണി മേള അവസാനിക്കുമെന്നും നാണക്കേടാകുമെന്നും മനസ്സിലാക്കിയതോടെ ബാക്കിയുള്ള പാറ്റ പാർട്ടി അംഗങ്ങൾ ദീപ്കയെ പൂട്ടാൻ തീരുമാനിച്ചു. സമരം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആരെങ്കിലും ഒരാൾ നിരാഹാരം കിടന്നേ പറ്റൂ എന്ന അവസ്ഥ വന്നപ്പോൾ അതുവരെ വലിയ വായിൽ വിപ്ലവം പ്രസംഗിച്ചിരുന്ന സകല മാന്യന്മാരും ഒറ്റയടിക്ക് അപ്രത്യക്ഷരായി. സമരത്തിന് സോഷ്യൽ മീഡിയയിലൂടെ വലിയ പിന്തുണ പ്രഖ്യാപിച്ച് ലൈക്കുകൾ വാരിക്കൂട്ടിയിരുന്ന സിനിമാ താരം പ്രകാശ് രാജും എല്ലാ സമരങ്ങളിലും താവളമടിക്കാനെത്തുന്ന കെജ്രിവാളും ഒടുവിൽ തങ്ങൾക്കും നിരാഹാരം കിടക്കേണ്ടി വരുമെന്ന് ഭയന്ന് പാതിരാത്രിയിൽ തന്നെ സ്ഥലം വിട്ടു. നേതാക്കൾ മുഴുവൻ മുങ്ങിയതോടെ ഒടുവിൽ നറുക്കു വീണത് ഈ സുഖലോലുപനായ അഭിജിത്ത് ദീപ്കയ്ക്ക് തന്നെയാണ്. തങ്ങളുടെ സ്വന്തം സുഖസൗകര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ബലി കൊടുക്കുന്ന ഈ രീതി ഇവിടെ പാരമ്പര്യമാണ്. ഇതിലും വലിയ ഒരു നെറികേട് ഈ ആധുനിക രാഷ്ട്രീയത്തിൽ വേറെ കാണാൻ സാധിക്കില്ല. സോഷ്യൽ മീഡിയയിൽ മാത്രം സിംഹമാകുന്നവർ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ പൂച്ചകളാകുന്ന കാഴ്ചയാണിത്. പാവം അണികളെ വെച്ച് സോഷ്യൽ മീഡിയയിൽ വിപ്ലവം നടത്തുന്ന ഇവർക്ക് ഒടുവിൽ സ്വന്തം കിണിയിൽ തന്നെ വീഴേണ്ടി വന്നു. പകൽ മുഴുവൻ AC റൂമിൽ കിടന്ന് ശീലിച്ച ദീപ്കയോട് നിരാഹാര സമരം കിടക്കാൻ ഒപ്പമുള്ളവർ ആവശ്യപ്പെട്ടതോടെ പുള്ളിയുടെ സകല വിപ്ലവ വീര്യവും ചോർന്നുപോയി. ഒടുവിൽ ഒരു വഴിയുമില്ലാതെ പട്ടിണി സമരം ആരംഭിച്ചതിന് പിന്നാലെ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് ദീപ്കെ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത്. പോലീസുകാർ തങ്ങളെ നോക്കി പരിഹസിച്ച് ചിരിച്ചുവെന്നും രാജ്യദ്രോഹികളാണെന്നും പറഞ്ഞ് തടി തപ്പാൻ നോക്കിയെങ്കിലും സ്വന്തം അണികൾ തന്നെ ദീപ്കയെ നിർബന്ധിച്ച് പന്തലിൽ ഇരുത്തുകയായിരുന്നു. പട്ടിണി കിടക്കേണ്ടി വന്നപ്പോഴുള്ള ആ സങ്കടം സഹിക്കാൻ വയ്യാതെ കണ്ണീരൊഴുക്കുന്ന ആക്ടിവിസ്റ്റിനെ കാണുമ്പോൾ രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ സഹതാപമാണ് തോന്നുന്നത്. പണം വാങ്ങി നടത്തുന്ന ഇത്തരം കൃത്രിമ സമരങ്ങളുടെ ആയുസ് എത്രത്തോളമാണെന്ന് ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ജനങ്ങൾക്ക് ബോധ്യമായി. സ്വന്തം കുഴി സ്വയം തോണ്ടിയ ഇത്തരം നേതാക്കൾ ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഫേസ്ബുക്കിലും എക്സ് പ്ലാറ്റ്ഫോമിലും പോസ്റ്റിട്ട് വിപ്ലവം നടത്തുന്നവർ ക്യാമറയ്ക്ക് മുന്നിൽ കരയുന്നത് കാണാൻ നല്ല രസമുണ്ട്. കപട നാടകങ്ങളുടെ അവസാന വരികൾ ഇവിടെ കുറിക്കപ്പെടുകയാണ്. വിയർപ്പും വെയിലും എന്താണെന്നറിയാത്ത ഇവർ തെരുവിലിരുന്ന് പട്ടിണി കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസികാവസ്ഥ ജനങ്ങൾ ഇപ്പോൾ ശരിക്കും ആസ്വദിക്കുന്നു. കേന്ദ്ര സർക്കാരിനോട് താണുകയാണ് അപേക്ഷിച്ചിട്ടും തങ്ങളുടെ ഡ്രാമ ഫലിക്കാതെ വന്നപ്പോഴാണ് ഇവർ ഈ നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കുന്നത്. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഇത്തരം കപട സമരങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കാൻ ഇവർ തയ്യാറാകണം.
രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട മനുഷ്യരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യുന്ന ഇത്തരം കപട പരിസ്ഥിതിവാദികളെയും അവരുടെ ആഡംബര സമരങ്ങളെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഓരോ ദിവസവും വികസനത്തിന്റെ പാതയിൽ രാജ്യം മുന്നോട്ട് കുതിക്കുമ്പോൾ വിദേശ ഫണ്ടുകളും കള്ളപ്പണവും വാങ്ങി ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം സുഖലോലുപരായ സമരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പോലീസിനെ അധിക്ഷേപിച്ചും വ്യവസ്ഥിതിയെ വെല്ലുവിളിച്ചും ഇവർ നടത്തുന്ന ഈ പ്രഹസനങ്ങൾ വരും തലമുറ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഡൽഹിയിലെ തെരുവിൽ കണ്ട ഈ നാടകം വരും ദിവസങ്ങളിൽ ഇത്തരം കപട സംഘടനകളുടെ പൂർണ്ണമായ തകർച്ചയ്ക്ക് കാരണമാകുന്നതിൽ യാതൊരു സംശയവുമില്ല. പരിസ്ഥിതി സംരക്ഷണം എന്നത് ആത്മാർത്ഥതയോടെ ചെയ്യേണ്ട കാര്യമാണ്, അല്ലാതെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലിരുന്ന് ഗൂഢാലോചന നടത്താനുള്ളതല്ലെന്ന് ഈ വിപ്ലവകാരികൾ മനസ്സിലാക്കണം. രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിക്കാൻ നോക്കുന്ന ഇത്തരം രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ ശക്തമായ ജനവികാരം ഉയരേണ്ടതുണ്ട്. ഭാരതത്തിന്റെ പരമാധികാരത്തെയും വികസന കുതിപ്പിനെയും തടസ്സപ്പെടുത്താൻ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഈ വലിയ ഗൂഢാലോചനകളുടെ ഭാഗമാണ് ഇത്തരം സമരങ്ങളെന്ന് ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ്. പാവപ്പെട്ട തദ്ദേശവാസികളുടെ പേര് പറഞ്ഞ് വൻതോതിൽ ഫണ്ട് കൈക്കലാക്കുന്ന ഈ സംഘങ്ങൾ ഒടുവിൽ സ്വന്തം സുഖഭോഗങ്ങൾക്ക് വേണ്ടിയാണ് ആ പണം മുഴുവൻ ദൂർത്തടിക്കുന്നത്. ലഡാക്കിലെ ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ എന്താണെന്ന് പോലും അറിയാത്ത ഈ ഡിജിറ്റൽ ബ്രോക്കർമാരാണ് ഇപ്പോൾ തെരുവിൽ കിടന്ന് നാണം കെടുന്നത്. ക്യാമറയ്ക്ക് മുന്നിലെ ഈ പൊട്ടിക്കരച്ചിലും പോലീസ് വിരുദ്ധ പ്രസ്താവനകളും അവരുടെ പരാജയ ഭീതിയിൽ നിന്നുണ്ടായതാണ്. കേന്ദ്ര സർക്കാരിന്റെ വികസന നയങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ഇത്തരം അനുഭവങ്ങൾ തെളിയിക്കുന്നു. ജനവികാരം മനസ്സിലാക്കി ഇനിയെങ്കിലും ഈ നാടകങ്ങൾ അവസാനിപ്പിച്ച് അവർ മാളങ്ങളിൽ ഒളിക്കുന്നതാണ് നല്ലത്. ഈ കപട നാടകത്തിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരാണെന്ന് അന്വേഷിച്ചാൽ ചെന്നെത്തുന്നത് ദേശവിരുദ്ധ അജണ്ടകൾക്ക് കുടപിടിക്കുന്ന ചില പ്രതിപക്ഷ സ്വാർത്ഥ രാഷ്ട്രീയക്കാരിലാണ്. ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുക എന്നതിലുപരി തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ നിറയ്ക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. സോനം വാങ്ചുക്കിനെ പോലുള്ള ആളുകളെ പോലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെയൊക്കെ കരുവാക്കാമെന്ന് ഈ ഡൽഹി ആക്ടിവിസ്റ്റുകൾ കാണിച്ചു തന്നു. പഞ്ചനക്ഷത്ര സുഖങ്ങളിൽ നിന്ന് തെരുവിന്റെ പൊടിപടലങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ട ദീപ്കയുടെ അവസ്ഥ കാണുമ്പോൾ രാഷ്ട്രീയ നാടകങ്ങളുടെ അവസാനം എപ്പോഴും ഇങ്ങനെയായിരിക്കുമെന്ന് ഉറപ്പാണ്. പട്ടിണി കിടക്കാൻ ആവശ്യപ്പെട്ട സ്വന്തം അണികളെ ശപിച്ചുകൊണ്ട് കണ്ണീരൊഴുക്കുന്ന ഈ വിപ്ലവകാരിക്ക് ഒരു നല്ല ഹോട്ടൽ ഭക്ഷണം ആരെങ്കിലും വാങ്ങി നൽകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇത്തരം കപട മുന്നേറ്റങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു കാട്ടേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു രാഷ്ട്രീയ വിശകലനവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.